നമ്മളിവിടെ കരിമീക്കാനെ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? പറ്റാവുന്നിടത്തോളം ഞാൻ ചെയ്യും. അത് അനങ്ങാണ്ടിരുന്ന എന്താ പറയാ, നമ്മള് രോഗിയായി മാറും. എന്റെ മധുരക്കിഴങ്ങ് ദൈവങ്ങളെ. അപ്പൊ ആദ്യത്തെ തണ്ണിമത്തൻ എന്താ പറയ്ക്കണേട്ടാ, ഓരോ വിത്ത് വീതല്ല 6636 9600 രൂപ വരുന്നതിന് പകരം ഇവിടെ എത്ര കൊടുത്തു അറിയേ? നഷ്ടം പറയട്ടെ. ചിലതൊക്കെ മെച്ചാവും, ചിലത് അങ്ങനെ പോവില്ലേ. ഭയങ്കര മധുര. ചേനത്തണ്ടന്റെ പോലൊരു തനി വെള്ളരിയിലുണ്ടാ, മത്തങ്ങ മത്തങ്ങ എല്ലാം കൂടി ടേസ്റ്റ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിവിടെ കരിമീക്കാനെ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ലേ കുറേ നാൾ മുമ്പ്? കഴിഞ്ഞ കൊല്ലം തണ്ണിമത്തൻ കൃഷി പിന്നെ കുക്കുംബർ കൃഷിയൊക്കെ ചെയ്തിട്ട് ചിലവാണ്ട്, പയർ കൃഷിയൊക്കെ ചിലവാണ്ട് ഇവിടെ കണ്ടമാന നാശമായി പോയിട്ടുള്ള ആ കരിമീക്കാരെ അവിടേക്ക് വന്നതാണ്. തണ്ണിമത്തൻ കൃഷി ഇപ്പം ആരംഭിക്കാനുണ്ട്, അത് കാണിക്കാൻ. ഇതേ കരിമീക്ക വന്നു. ഗേറ്റ് പൂട്ടിരിക്കല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വേറെ വല്ല വഴിയുണ്ടോ വിചാരിച്ചു. പണി ആരംഭിച്ചു. എന്തോരം തണ്ണിമത്തൻ നടണ്ട്? ഇനി തണ്ണിമത്തൻ അതില് ഈ കുക്കമ്പർ വെച്ച് ബാക്കി മുഴുവൻ തണ്ണിമത്തനും കുക്കമ്പർ മാത്രമേ ഉള്ളൂ. അതെ, ചീര ഇടാം. ചീര, പയർ നടണ്ട? പയർ നമുക്ക് അവിടെ ഇടാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഏതാ എവിടെ? അവിടെ ആറ്റത്ത് ഈ തണ്ണിമത്തൻ. നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ടാവാം. ഞാൻ കണ്ടില്ലേ വളങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് തട്ടിയിരിക്കുക. വളങ്ങള് അല്ലേ? ഇതെന്തിട്ട് ആട്ടുംകാട്ടാ? അല്ലല്ല, ആട്ടുംകാട്ടിൽ കോഴിക്കാട്ടുണ്ട്, വേപ്പുണ്ടാക്കുന്നുണ്ട്, കപ്പലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആട്ടുംകാട്ടം, വേപ്പും പിണ്ണാക്ക്, കപ്പലനി പിണ്ണാക്ക്, എല്ലുപൊടി, കോഴിക്കാട്ടം, എല്ലുപൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആള് പിടയ്ക്കുന്നിട്ടാ. എത്ര പണിക്കാര് നിർത്തി? പൊരുത്തന അങ്ങോട്ട് ഇപ്പൊ മാങ്ങ പൊട്ടിച്ചാണ്ട് പോയിട്ടുണ്ട്. അതെ, അപ്പൊ 4-5 ആള്, ഇന്നലെ 6 ആളുണ്ടായി. അതൊക്കെ ചായ പിടിച്ചോണ്ടിരിക്കുക. അതെ, ഇവിടെ കൊറേ മറ്റേ ഈ കോളിഫ്ലവർ, കാബേജ്, അതൊക്കെ കുറെ നട്ടുണ്ടല്ലേ? കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി. ഇതിപ്പോ ഇതിപ്പോ എത്ര നട്ടിട്ട് എത്ര നാളായി? ഇപ്പോ 1 മാസമായി. 1 മാസമായില്ലേ? ഇപ്പോഴാണ് ശരിക്കും നനവ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് അവിടെ ഒക്കെ ഉണ്ട്, നിറച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, പാടത്തേക്ക് പോവാം. പാടത്തേ വെയിലാ, നല്ല വെയിലാ. വെയില് വേണല്ലോ അത്. അതെ, അവിടെ ഒരു വലിയ കിണറുണ്ട്. ആ കിണറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ നീളത്തിൽ ഇതൊക്കെ അങ്ങോട്ട് പോവാ. നീളത്തിലുണ്ടാ ഒരു പൈപ്പ് അവിടെ വരെ 1.5 ഏക്കർ സ്ഥലമാണ്. നട്ടിട്ട് ഈ പൈപ്പിന്റെ ഇവിടെയൊക്കെ അത് കണ്ട ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് ഇതികൂടെ വെള്ളം വരെയാണ്. വെള്ളം വരെ അവിടേക്ക് വിട്ടിട്ടുണ്ട് വെള്ളം. നമുക്ക് അങ്ങോട്ട് പോവാം. തടങ്ങളൊക്കെ കോരി കഴിഞ്ഞു കേട്ടോ, കണ്ടില്ല തടങ്ങള് ഷീറ്റ് വിരിച്ചു തുടങ്ങി. ഇത് ഇതിൽ തന്നെ വളങ്ങളൊക്കെ ചേർക്കും. ഒക്കെ കഴിഞ്ഞു. നടലും കഴിഞ്ഞാ? ഇല്ല, വളമിടല് കഴിഞ്ഞു. വളമിടല് കഴിഞ്ഞു. ഇനി കുത്തുക, ഞാൻ ഷീറ്റ് വിരിക്കുക, ഓട്ട കുത്തുക, സംഗതി നമുക്ക് പരിപാടി ഒക്കെ റെഡിയാ. കുറച്ച് തൈ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി തൈ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങള് തയ്യും കൊണ്ടു നോക്കിണ്ട തൈ വെച്ചിട്ടുണ്ട്. ഒരു 2 ട്രേ തൈ 1000 അല്ല 200 പീസ് നോക്കാൻ വേണ്ടിയിട്ട്. വേറെ വെറൈറ്റിയാണ്. ഏത് എന്തൊരു മൊത്തം തന്നെ മഞ്ഞയുടെ ഉള്ളിൽ ചുവപ്പ്. മഞ്ഞ വരുമ്പോ പുറത്ത് മഞ്ഞയും മറ്റൊരു ചുവപ്പും. ഉള്ളിൽ ചുവപ്പ്. അത് പിന്നെ പച്ചണ്ട്, പച്ചരി ചുവപ്പ്. വേണ്ട വെള്ളം ഇതേണ്ട ഈ ഓട്ട കുത്തിയിട്ട് നനച്ചാണ് പോവും. ഇങ്ങനെയാണ് പോവാണ് വെള്ളം. വേണ്ട, ഇതാണ് അതിന്റെ രീതി. വേണ്ട ഇത് ഒന്നിട്ടാ നീ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ. ആ ഷീറ്റിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഷീറ്റിന്റെ ഉള്ളിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. ഷീറ്റ് എവിടെ വാങ്ങിച്ചേ? ഷീറ്റ് ഇവിടെ ഓൺലൈനിൽ വരുത്തിയതാ. എത്ര വില? അത് ഒരു റോളിന് 200 മീറ്റർ. ഒരു റോള് എന്ന് പറഞ്ഞ 200 മീറ്റർ അല്ല? അതെ. അതിന് എത്ര വില? അതിന് 4 നില 8 16,000 വരും. 5 റോള് മേടിച്ചിട്ടുണ്ടാവും 20,000. അല്ല, ഈ 200 മീറ്റർ നീളം ഈ സാധനം. ഇത് എത്രയല്ല വീതി? അതെ. ഒരു ഇതിന് എത്ര വില? റോളിന് എത്ര റോള് വാങ്ങിച്ചു? 6 റോള്. 6 റോള് 6 ഇൻറ്റു അപ്പൊ 6 റോളിന് എത്ര? 20,000. 24,000. 6 വരും. എത്രയാ? 12 അല്ല 3,000 വരും ഒരു റോളിന്. ഒരു റോളിന് 3000 എത്ര വന്നു? 3,200 മണ്ണുത്തിയില് ഞാനൊരു റോള് വാങ്ങിച്ചു. ഈ സാധനം തന്നെ ഒരു റോളിന് 1,600 രൂപയുള്ളോ? അത് ഇതില് വ്യത്യാസമുണ്ട്, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. കനം ഇതേ കനം തന്നെ. അതെ. ഇത് സെയിം സാധനം തന്നെ തന്നെ. ഓൺലൈനിൽ അതെ. എവിടെ സാധനം അറിയോ? മണ്ണുത്തിയില് മറ്റേ ഈ മാടക്കത്രയ്ക്ക് പോയില്ലേ, അവിടെ ഒരു ആല് കണ്ടിട്ടുണ്ടോ? വലിയൊരു ആല് വഴിയില്. അപ്പൊ ആലിന്റെ ഓപ്പോസിറ്റ് ഈ കാർഷിക സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ്. അവിടെ ഞാൻ പോയിട്ട് റോള് വാങ്ങിച്ചിട്ട് എന്റെ ബാക്കി എനിക്ക് തിരിച്ചു മതി. 1,600 രൂപ ഒരു റോളിന് 200 മീറ്ററിന്. അപ്പൊ എത്ര റോള് വാങ്ങിച്ചൂടെ? 6 റോള്. 6. അപ്പൊ ഈ 6,000
6636 9600 രൂപ വരുന്നതിന് പകരം ഇവിടെ എത്ര കൊടുത്തു അറിയേ നഷ്ടം പറയട്ടെ. നഷ്ടം 20,000 സംതിങ് 22,000 ചില്ലറ കൊടുത്തു. അപ്പൊ 13,000 നഷ്ടമായി. മനസ്സിലായ? ഇവിടെ പോയി വാങ്ങിച്ചാൽ മതി. ഈ സെയിം സാധനം തന്നെ ഞാനിത് ആക്കണതല്ലേ. നമ്മളെ മധുരക്കിഴങ്ങ് കഴിഞ്ഞ പ്രാവശ്യത്തെയും എപ്പോഴും ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ കടക്കുണ്ടാവോ? ഉണ്ടാവണം പറിച്ചോ. കാരണം മധുരക്കിഴങ്ങാണത് വെറുതെ ഇങ്ങനെ നട്ടുപോയി കേട്ടാ. മധുരക്കിഴങ്ങിന് ഇപ്പൊ ഡിമാൻഡ് കൂടുതലല്ലേ? ഭയങ്കര ഡിമാൻഡ്. പറയാൻ 90 രൂപ മധുരക്കിഴങ്ങിന്റെ വില. അത് വേറെ നമ്മൾ വിൽക്കണ 40 രൂപ. 40 രൂപ വെക്കണത് ഞാനത് മറ്റേ ഈ ലൂലൂല എവിടെയാണ് കണ്ടപ്പോ അവരെ കൊണ്ട് കൈക്കോട്ടോട് പറപ്പിക്കാൻ. കൈക്കോട്ട് നമുക്ക് കലക്കാം. കൈക്കോട്ട് ഇവിടെ ഇരിക്കുന്നില്ല. അതെ കൈക്കോട്ടുണ്ട് അവിടെ. അത് കൈക്കോട്ടല്ലേ? അത് കൈക്കോട്ടല്ലേ? കൈക്കോട്ട് ഇതെന്തൊരു കൈക്കോട്ടെ? അത് പുല്ല് ചെത്താൻ ബെസ്റ്റാ ഇങ്ങനത്തെ അല്ലേ? ഞാനിത് ആദ്യമായിട്ട് ഈ കൈക്കോട്ട് കാണുന്നത്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സാധനമല്ല അത്. പുല്ല് ചെത്താനൊക്കെ ബെസ്റ്റാ. എവിടെയാ പറയണ്ടേ? എവിടെ നോക്കിയോ? എവിടെ പറയണ്ടേ? എവിടെ കലക്കിക്കോ. എവിടെ വേണമെങ്കിലും കലക്കാം. എവിടെ കലക്കിക്കോ. എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് തണ്ണിമത്തൻ തണ്ണിമത്തന്റെ കുരു ഇതിൽ കുത്തി കഴിഞ്ഞാ ഇല്ലല്ല കുത്താൻ പോണല്ലോ. ഓട്ട കുത്താൻ പോണം. ഇതാ ഞാൻ പറയാൻ വേണു. എവിടെയാണാവോ ഉള്ളത്? എവിടെ? എന്റെ മധുരക്കിഴങ്ങ് ദൈവങ്ങളെ. എവിടെ ഡോളർ? എവിടെ കാണാല്ലേ? ഒന്നും കാണാനില്ലോ. വലിയ തടിക്കഷ്ണം വരുന്നുണ്ട്. തടിക്കഷ്ണം വരണെന്ന് ഇക്ക കൊറേ ആഴ്ച ചന്തകളിൽ പങ്കെടുക്കുന്നുണ്ട്. ആഴ്ച ചന്തകളിൽ ഇക്കര കൃഷി സാധനങ്ങള് കൊറേ വിൽപ്പനയുണ്ട് കേട്ടാ. ഏറ്റവും കൂടുതൽ നമ്മളെ കച്ചവടം ഇപ്പൊ പൊടി പഠിക്കുന്നത് ആനക്കല്ല്, കുരിയച്ചറ, ചേർപ്പില്ലേ? പെരുമ്പിടിശ്ശേരിലുണ്ട്. ഇതില് ചുക്കൂലിയ ഞാൻ നട്ട പോലെ തന്നെ പൊളിഞ്ഞു പരിപാടി. ഭയങ്കര സാധനം കിട്ടി. ഇത് കണ്ട, ഇതാണ് ആ പഴകുടിയിൽ ഞാൻ വായി കണ്ട. അതിന് വരുന്നുണ്ടാവുള്ളൂ ഇപ്പൊ. പക്ഷെ ഉണ്ടാവണ നല്ലോണം ഉണ്ടാവേണ്ട സ്ഥലം. അതിന് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നല്ല മണ്ണിളക്കുണ്ട്, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഉണ്ടായില്ല? ഒരു കുഞ്ഞാൻ കണ്ടാ ഇത്രയ്ക്ക് വന്ന് കിട്ടിയില്ലോ. അതാണ് ടോപ്പ് സാധനം. ടോപ്പ് സാധനം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ സാധനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ചെറുതോരം കിട്ടി. കഴിഞ്ഞിട്ട് പറിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. വൈകിട്ട് പറിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുക. അല്ല ഇതിന്റെ തണ്ണിമത്തം കുത്തണ്ട കഴിഞ്ഞിട്ട് പറിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുക. നിൽക്കുക. വില കിട്ടിയാ? നിങ്ങൾക്ക് അധികം കിട്ടി, എനിക്ക് അതും കിട്ടിയില്ല. ഈ നാളികേരം കിട്ടി. മധുരക്കിഴങ്ങ് കിട്ടി. ആളെ കൃഷിയുടെ കണ്ട ചിലതൊക്കെ മെച്ചാവും, ചിലത് അങ്ങനെ തന്നെ പോവില്ലേ. കുറച്ചൊന്നല്ലേ അവിടെ മര നട്ടിട്ടുണ്ടല്ലേ? അവിടെ മര നട്ടിട്ടുണ്ട്. അതിനൊക്കെ കാശ് വേണം. നടിപ്പിന് കാശ് ചെലവുണ്ട്. പിന്നെ കരിങ്കല്ല് കിട്ടി. കരിങ്കല്ല് കിട്ടിയെന്നേ. വീട് പണിയാ കാലിക്ക. സംഗതി പൊളിഞ്ഞു. സംഗതിയേ പരാജയം സംഭവിച്ചു. ഞാൻ മറ്റേ മധുരക്കിഴങ്ങ് നട്ടിട്ട് കുറച്ച് കിട്ടിയല്ലോ. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കിട്ടി. പക്ഷെ ആവണോളൊന്നാവോ? അങ്ങനെയാവോ? ഇത് പറക്കുന്ന ടൈമാണ് ഇപ്പൊ. ഒരു ഞാരെങ്കിലും വേണ്ടേ? ചെറിയ ചെറിയ പരിപാടികൾ കാണാനല്ലോ. ഒന്നുമില്ല, മൂടിട്ടോ. ഇതിന്റെ കടക്കല് ഒരു കടക്ക മാത്രം പറഞ്ഞ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. അല്ല, അത് കണ്ടമാനുണ്ടാവും ഈ സാധനം. ചതിച്ചു നിർത്തി. ഒന്നും കിട്ടണില്ല. പിന്നെ പോട്ടെ. ഇത് ചെത്തി കളഞ്ഞിട്ടേ നല്ല സൂപ്പർ ചീര കലക്കാം. അത് നല്ലത്. ഇത് മധുരക്കിഴങ്ങ് വേണ്ട, മധുരക്കിഴങ്ങ് നഷ്ടമായി. ചീരക്കുള്ള നമ്മൾ ആ ട്രാക്ടർ എടുക്കണോട് നേരെ ഇത് കംപ്ലീറ്റ് വെടുപ്പാക്ക. നീ ഇവിടെ അങ്ങ് എടുത്തോ. ഇവിടെ ഇതില് നട്ടൂലേ? ഇങ്ങനെയാണ് നടാ അല്ലേ? നോക്കിയേ, ഇങ്ങനെ ഈ ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തു കൊടുക്കുക ചെയ്യേ. വെറുതെ പൈപ്പ് കൊണ്ട് കുത്തും കണ്ടാ. ഇതിൽ ഓരോ വിത്ത് വീതല്ല കേട്ടാ. ഓട്ടകൾ ഇങ്ങനെ. ഇതിപ്പോ ഏതാ ഈ കിരണ? കിരണുണ്ട്, പിന്നെ ആ ലൈനുള്ളുണ്ട്. പണ്ടത്തെ നാടൻ സാധാരണ സാധാരണ അത് വേറെ. അത് 4-5 സൈസ് ഉണ്ട്.
5 സൈസ് നട്ടുണ്ട് അല്ലേ? 5 സൈസ് ഇപ്പോൾ ഇടും. അങ്ങനെ ഇതിന് വിത്തിന് വിലയുണ്ട്. ഒരു 60 പൈസ ഒരു വിത്തിന് വരുന്നുണ്ട്. ഒരു തൈക്ക് ഒരു 60 പൈസ അവിടെ ചോദിച്ചപ്പോൾ വിത്തിന് ഒരു ഏകദേശം 65 പൈസ 70 വരും. ഒരു തണ്ണിമത്തന്റെ തൈന്ന് ഇപ്പൊ ഇതിൽ കുഴിച്ചിട്ടുണ്ടല്ലോ ഒരെണ്ണം, അതിന് എത്ര തണ്ണിമത്തം കിട്ടും? അത് തണ്ണിമത്തന്റെ ചില സാധനത്തിന് ഇത് കുറയും. ചില ഐറ്റംസിന് ഒരു 3 വെച്ച് കിട്ടും. 3 ചിലപ്പോ 4 കിട്ടും. 4 നമ്മൾ അന്ന് കണ്ടിരുന്നില്ലേ, ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും. 3-4 കിട്ടിയ അങ്ങനെ മുതലേ നമുക്ക് ഒരു കാശാവോ? അതിന് ഞാൻ ചോദിക്കുന്നത്, സാധനം നല്ല വളം കൊടുത്ത് നല്ല നല്ല ഇത് കൊടുക്കണമെങ്കിൽ തണ്ണിമത്തല് നമുക്ക് നഷ്ടം വരില്ല. അതിന് ആളുകൾ ഇപ്പൊ നമ്മുടെ മലയാളികൾ തണ്ണിമത്തം കൃഷി കൂടുതൽ ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിന്റെ അപ്പുറത്ത് തന്നെ ഒരു 4-5 ഏക്കർ നമുക്ക് റെഡി ആയി നിൽക്കുന്നുണ്ട്. പാട്ടത്തിന് അത് നമ്മൾ എടുത്തോളാൻ പറഞ്ഞു എന്നോട്. അങ്ങട് ആ മറ്റേ ഇതിന് കമ്പീര് അവിടെ നിന്ന് അതന്നെ. പക്ഷെ അതിലേ വെള്ളം പോവാൻ താമസം പിടിക്കും. ഇവിടെ വെള്ളത്തില്ലേ, കുളല്ലേ, അവിടെ അത് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ അതിൽ വെള്ളം നിൽക്കാണ്. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലം നമുക്ക് റെഡിയായി നമ്മളെ കൃഷിഭവൻ തന്നെ നമുക്ക് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഒരു 1300 വാഴ വെച്ചിട്ടുണ്ട്. ഒരിത്തില് നേന്ത്രവാഴ ടിഷ്യൂ വാഴയാണ് വെച്ചിട്ടുള്ളത്. ഒരു തൈക്ക് എത്ര കൊടുത്തു? 30 രൂപയാണ് അതിന്റെ തൈക്ക്. 30 രൂപ അങ്ങനെ പോയി. ഒരെണ്ണം 1300 എണ്ണം. 1300 വാഴ വെച്ചു അല്ലേ? കാശ് കുറവുന്നുണ്ട്. 5 അതിന്റെ സ്ഥലത്തിന് ശരിക്കും. ഈ ഇതിന്റെ ഇടയില് പിന്നെ വേറെ ഈ പടന്ന് കിടക്കണല്ലോ, സ്ഥലം കൊടുക്കണല്ലോ അല്ലേ? സ്ഥലം കൊടുക്കണല്ലോ അല്ലേ? സ്ഥലത്തിന് പടന്ന് പറ്റുന്ന സ്ഥലം കൊടുക്കണല്ലോ. പിന്നെ കൊള്ളി അല്ല, ഈ പയറ് ഇത്തവണ നട്ടില്ലേ ഇവിടെ? പയറ് നമുക്ക് അവിടെ വീണ്ടും അവിടെ നടാന്നാണ് ഇപ്പോൾ. കാരണം ഇത് തണ്ണിമത്തം കിട്ടണോടത്തോളം കിടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ തണ്ണിമത്തന്റെ ഇപ്പൊ ഈ വളം മാത്രമല്ല ചേർക്കണല്ലോ ഇപ്പൊ കൊടുക്കല്? ഇനി നമുക്ക് അടിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അടിച്ചു നോക്കിയല്ലേ, അതിന്റെ ഫിൽറ്ററാണ് നോക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വിട്ടിട്ട് നമുക്ക് പിന്നെ ഇത് പരിപാടി കഴിഞ്ഞാൽ ഇതാണ്ട് കഴിഞ്ഞാൽ മെയിൻ കഴിഞ്ഞാൽ നമുക്ക് പണി കഴിഞ്ഞു. ഇതാണ് ഈ തുടക്കത്തെ പണി വെച്ചാൽ പൈപ്പ് വിറ്റിക്കലും ഷീറ്റ് വിരിക്കലും പിന്നെ അതിന്റെ കണക്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ച് കാശല്ലേ വരില്ലേ? അതിന് വരും. ഈ ഇതിനെന്താ ഇത് ഇക്കര വണ്ടിയെ? ഇതാണല്ലേ സാധനം. ഇതാണ് ഈ തടങ്ങൾ തയ്യാറാക്കി. ഇതെല്ലാം ഉണ്ട്. കണ്ട വാരം വരാളുണ്ട്, റൊട്ടേറ്റർ ഉണ്ട്, പിന്നെ കരി ഉണ്ട്. ഈ വണ്ടിക്ക് എന്ത് വിലയുണ്ട്? ഇത് 3 ഒരു വളം വരും. കുറെ കൊല്ലായി വാങ്ങിച്ചിട്ട്? 2 കൊല്ലായി. 2 കൊല്ലായില്ലേ? മുതലായി ഈ സാധനം? മുതലായൊന്നുമില്ല, പക്ഷെ അത് ശരിക്കും നമുക്ക് കൂടി അതിനെ അറിയണം. ഓടിപ്പിക്കാൻ അറിയണല്ലേ? ഓടിപ്പിക്കാൻ അറിയാൻ കുഴപ്പമുണ്ടായിട്ടല്ല, അതിന് വലിയ പക്ഷെ കറക്റ്റ് പണി ക്ലിയറാക്കണം. ഇനിയിപ്പോ ഇവിടെ നമ്മൾക്ക് ഇതൊന്ന് വെടുപ്പാക്കി ചീരടാന്നുള്ള പരിപാടിയാ. കഴിഞ്ഞ വർഷം പയറിട്ടുന്ന സ്ഥലം ഓർമ്മ ഇവിടെ നിന്ന് പയറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം നമ്മൾ ഇവിടെ തനിമത്തം തന്നെ കലക്കാന്നുള്ള പരിപാടിയാ. കണ്ടമാനം അതിനാ കുത്തുന്ന പെണ്ണുകളുണ്ടാ, കുത്തണണ്ട ഓട്ടോ കുത്തണണ്ട ഒറ്റത്തിരി നോക്കിയേ. നമ്മള് പണ്ട് കാലത്ത് കാണുന്ന ഒരു വലിയ സാധനമാണ് കേട്ടോ ഞാൻ കാണിക്കുക. നമ്മളത് ചീമക്കൊന്ന പൂവ് കണ്ടാ? ദൈവമേ, ചെറുപ്പത്തിൽ എന്തോരം കാവടി ഉണ്ടാക്കി കളിച്ചോണ്ട് കണ്ടാ? ഇതാണ് ചീമോന്നര പൂവ്. ഇതിങ്ങനെ ഈ തണ്ടുമ്പ കണ്ടമാനം ഉണ്ടാവും. അപ്പൊ ഞങ്ങളിങ്ങനെ ഇത് വളച്ചിട്ട് കാവടി പോലെയൊക്കെ ആക്കിയിട്ട് കളിക്കും. പക്ഷെ നല്ല മണമാണ്, നല്ല സ്മെല്ലുണ്ടാവും. കണ്ടമാനം ഉണ്ടാകുമ്പോ നല്ല മണ. ഇതാണ് ചീമോന്നര മുട്ട്. മുട്ട്. ഇതിന്റെ ഈ ഇല കണ്ടല്ലേ ചീമോന്നയാണ് ഈ സാധനം കേട്ടത്. ഇതൊക്കെ നിറച്ചേക്കുന്നത് ചീമോന്നര വടി അല്ല ചീമോന്ന പണ്ട് കാലത്തെ ഏതൊക്കെ കണ്ടമാനം അങ്ങോട്ട് വെക്കും. ഇത് ഈ സാധനം കേട്ടാ കണ്ട? ഇപ്പൊ പോയി പരത്തിയായി. ഈ സാധനം ഇങ്ങനെ ഏതൊക്കെയാണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ചീമോന്നര തൂപ്പ് എടുത്ത് വെട്ടി കണ്ടത്തിലേക്ക് തെങ്ങിനൊക്കെ വളമാണ്. ബെസ്റ്റ് വളമാണ്, ഏറ്റവും വളമാണ്. ഇതല്ല അത് പുളിപ്പിച്ചൊഴിച്ചാലോ, പുളിപ്പിച്ചൊഴിക്കണെങ്കിൽ അതിനും ഈ നമ്മളെ ഇതിൽ ഭയങ്കര വളം എന്ന് പറയുന്നത് പുളിപ്പിച്ചാല്. അതന്നെ. അപ്പൊ തണ്ണിമത്തം കൃഷി ആളുടെ കണ്ടില്ലേ, തുടക്കം നല്ല കാശ് ചെലവുണ്ടെന്ന്. വിറ്റ് പോകാൻ കുഴപ്പമില്ല. നമുക്ക് ചന്തള്ളവരോട് നമുക്ക് മാർക്കറ്റിങ്ങിന് പ്രശ്നമില്ല. പിന്നെ ഇവിടെ തന്നെ സെയിൽ ഉണ്ടാവില്ല, തണ്ണിമത്തം കൊടുക്കാൻ പറ്റാത്ത ഉള്ള ഇവിടെ തന്നെ കച്ചവടം കിട്ടില്ല. കഴിഞ്ഞാണ് മറ്റേ കുക്കുംബറാണ് നമ്മളെ തലതല്ലിയത്. അത് ഒക്കെ കുറെ മൂത്ത് നാശമായി പോയില്ലേ?
അപ്പോൾ ഇവിടെ തണ്ണിമത്തൻ്റെ ഒരു മഞ്ഞ ഒരു 3-4 എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തയ്യുണ്ട്. തൈക്ക് ഭയങ്കര വില ഉണ്ട് കേട്ടോ. 1.80 ഉണ്ട്. ഒരു 80 പൈസ വില. പിന്നെ ഇനി തണ്ണിമത്തൻ കണിവെള്ളരിയുണ്ട്. ഈ ഭാഗത്ത് കണിവെള്ളരി, ഈ ഭാഗത്ത് നമ്മൾ കുത്തിയിട്ട് കുറേ കൂമ്പെടുത്ത് ഇനി വലുതായിട്ട് വിളവെടുക്കേണ്ട ടൈം വരുള്ളത് നമുക്ക് കാണാം കേട്ടോ. അതെ, ഇനി കണ്ടുകൊണ്ടിരിക്കുക. അതന്നെ നമ്മൾ 50 ദിവസം മുമ്പാണ് നമ്മുടെ കരിമക്കാരെ തണ്ണിമത്തൻ കൃഷി ഈ വിത്തിടുന്നത് കണ്ടിട്ട് പോകുന്നതാണ്. പിന്നെ ആള് പറഞ്ഞ ഇടയിൽ വന്നിട്ട് നിർത്തോളം അതിൻ്റെ ഈ വളർച്ചയൊക്കെ വന്നു. സമയം കിട്ടിയില്ല, സത്യത്തിൽ ഇങ്ങോട്ട് വന്നില്ല ഈ വശത്തേക്ക്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് മഹോത്സവമാണ്. അപ്പോൾ അവിടെ ഉദ്ഘാടനം മഹാമഹോക്കുണ്ട്. 9:50 അപ്പോൾ കൃഷി ഓഫീസർ അങ്ങനെ കുറേ പേരൊക്കെ വരുന്നുണ്ട്. ഈ നാട്ടിലത്തെ ഒരു കൃഷിയുടെ ഒരു വിളവെടുപ്പാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 9:00 തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞു. അവിടെ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. തുടങ്ങി കഴിഞ്ഞാവോ. അപ്പോൾ നമുക്ക് ഒരു 3-4 തണ്ണിമത്തനും കൊണ്ട് പോരാം എന്ന് വിചാരിച്ചു. തണ്ണിമത്തം മാത്രമല്ല കേട്ടോ, മറ്റേ വെള്ളരിയും കുക്കുംബറൊക്കെ ഉണ്ടല്ലോ. വണ്ടിയുടെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു ചേട്ടാ, അവിടെ വണ്ടിട്ടെ ഇല്ല. അതിൽ വണ്ടി വരാണെങ്കിൽ ചിലപ്പോൾ കിടക്കാൻ പറ്റില്ല. എത്ര വണ്ടികൾ അവിടെ എടുക്കണേ? കുറേ പേരുണ്ട്. ഈ നാട്ടിലുള്ള ആളുകളുണ്ട്. ആൾക്ക് പല സ്ഥലങ്ങളിൽ ആഴ്ച ചന്തകളിൽ ആൾ പങ്കെടുക്കുന്നതാണ് ഈ കരിമീക്ക്. ചേട്ടന്റെ സ്ഥലല്ലേ അതന്നെ. അവര് വരൂ? അവരുണ്ടാവും. കണ്ടത് ആളുകൾ കൂടിക്കണണ്ട അവിടെ. അവിടെയാണ് വിളവെടുപ്പ്. അല്ല, അവിടെയല്ല വിളവെടുപ്പ്, അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട്. എല്ലാവരും വന്നാവോ. നമുക്ക് കടച്ചക്ക തന്നില്ലേ സോജ ചേച്ചി, ചേട്ടന്റെ പേര് മറന്നുപോയി. അവരെ പറമ്പ് പാട്ടത്തിനെടുത്തിട്ടാണല്ലോ അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവരുണ്ടാവും. ആരും എത്തിയില്ലേ? ഇവിടെ തുറന്നിട്ടില്ല. ശരി, അപ്പോൾ നമുക്ക് കാത്തു കിട്ടി. തുടങ്ങിയില്ലേ? അതെ, ആളെത്തിയിട്ടില്ല അല്ലേ? നമ്മൾ നേരം വൈകിന്ന് വിചാരിച്ചിട്ടേ ഓടി പറഞ്ഞ് വരായിരുന്നു. സരിത കാലത്ത് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. വിശന്ന് തവിട് പൊടിയിട്ടാണ് ഇരിക്കുന്നത്. ചേട്ടൻ കഴിച്ചാ? ഈ പറമ്പിൽ നിന്ന് തണ്ണിമത്തൻ ഒരു കഷ്ണം മുറിച്ച് തിന്നിട്ട് പോവാം. ചേട്ടൻ ഭക്ഷണം കഴിച്ചില്ലേ? ഇത്തിരി പേരിന്. അപ്പൊ കരിമിക്കാനെ വെയിറ്റിംഗ്. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്, ആളാണ് എത്താത്തത്. കരിമിക്ക നടന്നോ. അതാണ് കരിമിക്കാരെ ഇത്താട്ടാ. നേരം വയ്യ, പശു പ്രസവിക്കാറായി. അങ്ങനെ തട്ടി കിടന്ന് വീടുണ്ടായിരിക്കും. ഇവരാണ് നമ്മുടെ മെമ്പർമാരുട്ടാ. ഹരീഷ് മോഹൻ. ഇത് നമ്മുടെ പ്രവീൺ ലാല്, നമ്മുടെ വാർഡ് മെമ്പർ. കരോളിൻ ജോഷി. ഞാൻ കണ്ടില്ലേട്ടാ. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഈ ഡിവിഷന്റെ കൗൺസിലർ. ഇന്നത്തെ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോണു. തുടങ്ങാറയ്യ. ഗേറ്റ് തുറന്നാൽ താക്കോലില്ലേ? നമുക്ക് ഗേറ്റ് തുറക്കാനുള്ള സമയം അതന്നെ, അല്ലെങ്കിൽ എന്നെ സമയമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ അവര് വന്നു, പക്ഷെ താക്കോലില്ല. നമുക്ക് ഇതിൽ പോയാ മെമ്പറൊക്കെ പോയിട്ടാ. നമ്മുടെ മെമ്പറും കുട്ടികൾ അവിടുത്തെ മെമ്പറും പോയി. നടക്കാണ് നമ്മള്. ഇവിടെ എല്ലാവരും തണ്ണിമത്തന്റെ അവിടേക്കാണ് പോണത് കേട്ടാ. അന്ന് കണ്ടതാണ് നമ്മള്. അന്ന് ഷീറ്റ് ഇട്ടിട്ട് വിത്തിട്ടിട്ട് പോയതാ നമ്മള്. പിന്നെ ഇന്നാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ തണ്ണിമത്തൻ എന്താ പറയുന്നേട്ടാ, ഇത് മൂത്തന്റെ ലക്ഷണമാണ് ഈ മഞ്ഞപ്പന്ന്. ഇത് ആ മണ്ണില് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗമല്ല മഞ്ഞപ്പ് വരുന്നത്. മഞ്ഞ വരില്ലേ മറ്റേതിന്, ചെറിയ കളർ, വെള്ള കളർ. ഇത് ഉള്ളിൽ മഞ്ഞ കളറിൽ തണ്ണിമത്തന. മുറിച്ചോ. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ കയ്യിൽ കൊടുക്ക്. അങ്ങനെ അടുത്തത് ഇതിന്റെ തണ്ണിമത്തന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യാം. ഇവിടെ ഒരു വലിയ ഇതുണ്ട് കേട്ടോ, അത് പൊട്ടിക്കാം. ഇതൊരു 5 കിലോന് മീതിന്റെ കേട്ടോ അത്. അപ്പൊ ഇതാണ് അതിന്റെ അടയാളം, മഞ്ഞ കളറ്. ഈ മഞ്ഞ കളർ വന്നാലാണ് നല്ല മധുരം ഉണ്ടാവുക. വെള്ളയായിരിക്കും തുടക്കത്തില്, പതുക്കെ മഞ്ഞയിലേക്ക് മാറും. ഒന്ന് മുറിച്ചു കാണിച്ചു കൊടുത്തവരെ. ഇതാ ഒന്ന് മുറിക്കുക. എവിടെ വെച്ചാൽ മുറിക്കുക. ഒരു മിനിറ്റ്, സെന്റർ മുറിക്കാട്ടാ. ആ കത്തിച്ചെരിഞ്ഞു പോണു. അല്ല, ഞാൻ ഒരു കഷ്ണം എടുക്കാനാ. എങ്ങനെയുണ്ട്? അല്ല, ഒരു കഷ്ണം എങ്ങനെയുണ്ടെന്ന് നോക്കാനാ, മധുരം ഉണ്ടെന്ന് നോക്കാനാ. നല്ല രസമുണ്ട്, കഴിച്ചു നോക്കിയാ. ഭയങ്കര മധുര, നല്ല ടേസ്റ്റ്. തോട്ടത്തിൽ നിന്ന് പറിച്ച് അപ്പം തന്നെ
നമ്മള് മുറിച്ച് കഴിക്കുന്നത്. അപ്പൊ തന്നെ തിന്നുന്നു. ഇത് മഞ്ഞയാണ്, ഇത് മഞ്ഞെന്തോണ്ട് ഈ ചേട്ടാ അത് മുറിഞ്ഞു മറിച്ച്. അതെ, അപ്പൊ ഇത് പൊട്ടിയിട്ട് വരും. ഇത് മഞ്ഞയാണ് കേട്ടാ തോന്നുന്നുണ്ട് കണ്ട്, കാരണം ഇതിന്റെ മേത്തെ ഈ ചേനത്തണ്ടന്റെ പോലെ ഒരു ചേനത്തണ്ടനാ, ചേനത്തണ്ടന്റെ പോലെയാണ്. വേറെ ഒരു ഉപമയും കിട്ടിയില്ല. അതുപോലത്തെ ഒരു ഇതാണ് മഞ്ഞ തണ്ണിമത്തൻ മീൻ്റെ കേട്ടാ. ഇത് പറഞ്ഞാൽ മുറിഞ്ഞെടുക്കണതായിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ ഇത് ഇവർക്ക് കൊടുക്ക്, ഇത് ഉള്ളു മഞ്ഞല്ലേ, കരിമിക്ക അവർക്ക് കൊടുക്ക പീസ്. അല്ല ചതിച്ചു എന്റെ കയ്യില് കത്തി. നമുക്ക് മഞ്ഞുണ്ട് ആ ഭാഗത്തെ മഞ്ഞ. ഇവര് 23,000 രൂപയുടെ വിത്ത് വാങ്ങിച്ചത്, 5,000 വിത്ത്. പക്ഷെ അതില് കൊറേ എണ്ണം മയില് തിന്നൂന്ന്. അതിങ്ങനെ മുളച്ചു വരില്ലേ, അപ്പൊ അതിന്റെ കൂമ്പ് തിന്നിട്ട് അതിനെങ്ങനെ വലിച്ചിട്ട് പോകുന്നു മയിലുകൾ. എന്നിട്ട് പിന്നെ വീണ്ടും ആദ്യം അവിടെ പോയോടത്തൊക്കെ നടണ്ടി വന്നു. അങ്ങനെ മയില് കുറെ ചതിച്ചു എന്ന് പറയുന്നത്. നമ്മള് 2 തണ്ണിമത്തൻ വാങ്ങിക്കുന്നുണ്ട്. ഒരെണ്ണം ഇതുമ്പോ വേറെ ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേനത്തണ്ടൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ മുറിച്ചത്. ഇതല്ല ചേനത്തണ്ടന്റെ സെയിം തന്നെയായിരുന്നു. അല്ല നേരിതില് അങ്ങനത്തെ ഉണ്ടാവുന്ന. ഈ തണ്ണിമത്തന്റെ ഇടയിലേ മഞ്ഞുണ്ട്, ഉള്ളിൽ മഞ്ഞുകളുണ്ട്, ചുവപ്പുണ്ട്, പിന്നെ സാധാരണ ഉണ്ട്. അവിടെ ഇത് എവിടേക്കാണെന്നുള്ളത് ഇക്ക് തന്നെ ഒരു ഓർമ്മയില്ല. കുറേ കാര്യങ്ങൾ. വാ സരിത, അപ്പൊ ഞാൻ ഇവിടെ ഒരു വലുതുണിയും കണ്ടു. നമുക്ക് അതെന്താന്ന് ചേട്ടാ, അതാ പറഞ്ഞത്, കൊറേ വെറൈറ്റികൾ നട്ടതേ. കൊറേ മയില് തിന്ന കാരണം അവർക്ക് അറിയില്ല ഏതൊക്കെയാണ് മയില് തിന്നു പോയേ, പിന്നെ വീണ്ടും നട്ടത് ഏതൊക്കെയാന്നൊക്കെ. അതാ പ്രശ്നായിന്ന്. ഇത് വേറെ ടൈപ്പാന്ന് തോന്നുന്നു. വലുതുണി കണ്ട. ആ അപ്പൊ ഇതുകൂടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 തണ്ണിമത്തൻ നമ്മൾ കൊണ്ടുപോവാണ്. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇരുന്ന് തിന്നാം. ഇതുമ്പോ ഡിസൈൻ ഉണ്ട്. ഇതാവും വേണേ മഞ്ഞ. മഞ്ഞ മൂത്തിട്ടില്ല, ഞാൻ നോക്കി. വെയില് താങ്ങാൻ പറ്റുന്നില്ല. ഈ 2 നമ്മള് ഇതിനേക്കാൾ മഞ്ഞ കളർ അതിന്റെ അവിടെ അപ്പുറത്ത്. പിന്നെ പൊട്ടിച്ചേ? അല്ല ഇത് ആള് പൊട്ടിച്ചതാ, ഞാൻ പൊട്ടിച്ചല്ല. അപ്പൊ ഈ 2 തണ്ണിമത്തൻ നമുക്ക് മതി. നമുക്ക് ഇതാ കണ്ട, ഇത് ഈ സാധാരണ തണ്ണിമത്തൻ, പണ്ടത്തെ തണ്ണിമത്തൻ. ഇതൊരു 6-7 കിലോ തൂക്കണ്ടിട്ടാ. പിന്നെ ഇവിടെ മറ്റേ സാധനം പൊട്ടിച്ചു കഴിഞ്ഞു. ഈ 3-4 തടം ഇത് കണി വെള്ളരി കണ്ട സരിത, കണി വെള്ളരികള് നോക്കിയേ. കണി വെള്ളരികളുണ്ടാ, ഇഷ്ടം പോലെ കണി വെള്ളരികള് ചേട്ടാ. ഇത് പൊട്ടിക്കല്ലേ, കത്തിയണ്ട. ഇതൊരു 7-8 കിലോ ഉണ്ട്. 8 കിലോ ഉണ്ടാവും. സരിതിക്ക് പിടിക്കാൻ പറ്റുമോ? ഇടിഞ്ഞു പൊടിഞ്ഞു വീഴും. വെള്ളരി ആള് പൊട്ടിക്കാൻ പോണു, കണി വെള്ളരി. മഞ്ഞ പൊടി അത് കറക്റ്റ് അതിന്റെ പാകം അല്ലേ? പാകം അതിന്റെ അത് പാകം അതിന്റെ. അപ്പൊ വേണ്ട പൊട്ടീന്റെ. ഷമാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിട്ടാ? ഇതാ നാശായി അത്. അയ്യോ, കൂടി പൊട്ടിക്കണ ടൈം കഴിഞ്ഞു. അതാ ഇത് വെറുതെ തിന്നാൻ പറ്റുമോ? ഒരു കഷ്ണം മത്തങ്ങ പൊട്ടുവെള്ളരി കഴിക്കണ പോലെ തന്നെ അല്ലേ? കഴിക്കല്ലേ? ആ കുരുകളെ എനിക്ക് വേണ്ട. ഇതാണ് ഷമാമെന്ന് അല്ലേ? ഈ സാധനം ഉണ്ട് കേട്ടോ, ഷമാമ. ഞാൻ ആദ്യമേ കഴിക്കുന്നത്, ഇതായിട്ട് കഴിച്ചിട്ട് കടകളിൽ ഇരിക്കുന്നുണ്ട്. അതുണ്ട്. പിന്നെ അവിടെ നെയ്ക്കുമ്പളുണ്ട്, അങ്ങനെ കുറേ പച്ചക്കറികളുണ്ട്. എവിടെ നെയ്ക്കുമ്പളം, ഒരു നെയ്ക്കുമ്പളം കൂടി കാണിച്ചിട്ട് നമുക്ക് ആളെ വണ്ടിയിൽ അവിടേക്ക് പോകട്ടെ. എന്തുകൊണ്ട് ഒരു പ്രത്യേകത? സാധാരണ കുമ്പളങ്ങിയിട്ട് എന്നിട്ട് വ്യത്യാസം. നെയ്ക്കുമ്പളം സരിതിക്ക് ഒരു ഷമാമിന് കൊടുക്കണം. അത് വേറൊരു സാധനം, വേറെ ഒരു മണം. ഇത് മാങ്ങ, പപ്പായ, ഫ്രൂട്ട്സിന്റെ ഒരു മിക്സ്ചർ, അതിന്റെ ഒക്കെ ഒരു കൂടിച്ചേർന്ന ഒരു ടേസ്റ്റ്. അതായത് ഇത് പാലും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുന്നത്. ചക്കയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ കടിച്ചപ്പോ ചക്കയുടെ ഒരു മണം. കൊറേ സാധനങ്ങളുണ്ട്.
ഒരു ഷമാമിനെ നമ്മൾ വാങ്ങിച്ചു. ഇത് പണ്ടത്തെ പോവാ കണ്ടു പോവാ, വണ്ടിയിലാണ്ട് പോവാ. വെയില് എന്ന് പറഞ്ഞ ഒടുക്കത്തെ വെയില്. ജന്മി ഇവിടെ നിക്കണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്റെ. ജന്മി എന്നല്ല പറയാ, സ്ഥലത്തിന്റെ ഉടമസ്ഥനെ ജന്മി എന്ന് പറയും. ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങള്. എവിടെ ചേച്ചി, എവിടെ സോജ ചേച്ചി? നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ വരുന്നപ്പോ എന്നിട്ട് എന്തേന്ന് ഞങ്ങൾ വരുന്നത് അറിഞ്ഞില്ലേ? അപ്പൊ ആള് പറഞ്ഞില്ലേ, കരിമിക്ക പറഞ്ഞില്ലേ? കരിമിക്ക് പറഞ്ഞില്ല, കരിമിക്ക് മെരുകൂലേ ആളാണല്ലേ ഒരു പെണ്ണ് തടി കുറക്കണത് എന്തിനാന്ന്? അത് ചേട്ടന്റെ തടി ഭയങ്കര കൂടുതലായി കാരണം തോന്നണതാ ഞാൻ കുറവാന്ന്. ഞാൻ ആവശ്യത്തിനുള്ള തടി ഉണ്ട്. അത്യാവശ്യം വേണം. ഇത് മതി. ഇത് ഷമാമ് എന്ന് പറഞ്ഞിട്ടുള്ളത് മത്തങ്ങരയൊക്കെ മത്തങ്ങ കൊറേ സാധനം ചേർന്നിട്ട് കുടിക്കുന്ന സാധന, കൊറേ ഫ്രൂട്ടുകളുടെ കൂടി ചേർന്ന ഒരു ടേസ്റ്റ്. അവിടേക്ക് കടക്കാൻ പറ്റില്ല, വെയിലുണ്ട് പൊള്ളി പോകും നമ്മള്. ഞാനങ്ങനെ വന്നിട്ട് പിന്നെ JCB കൊണ്ടിട്ട് എടുത്തോണ്ട് പോലെ ചെറിയേട്ട വരണ്ടേ സുന്ദരിയായ വെയിൽ കൊണ്ടിട്ട് അല്ലേ. കഴിഞ്ഞു പരിപാടി. ചെറിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല 9:30. നമ്മുടെ ഇക്കര വണ്ടീനട്ട പച്ചക്കറി വണ്ടിയാണിത്. ഇതിൽ പൊട്ടുവെള്ളരി ചരിപാടി പൊട്ടുവെള്ളരി നിറയെ വിളവെടുത്തിട്ടാണ് കൊണ്ടുവന്ന് കൊണ്ടിട്ടാ. ഇത് വണ്ടി ഓഫ് ചെയ്യൂ. മാള പുത്തഞ്ചേരിയില്ലേ, അവിടെ ഇവര് കൂട്ടുകൃഷി ചെയ്ത് അവിടെ നിന്ന് വിളവെടുത്ത് കൊണ്ടുവരുന്ന പൊട്ടുവെള്ളരിയാണ് കേട്ടാ. ഇത് അവിടുത്തെ മണ്ണാണ് നല്ലത് അല്ലേ? അവിടുത്തെ മണ്ണല്ലേ നല്ലത്? പൂഴി, വെറും പൂഴി മണ്ണാണ്. പൂഴി മണ്ണിലാണ് നന്നായിട്ട് ഉണ്ടാവുക. നമ്മുടെ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് ഉണ്ടാവില്ല. അല്ലാണ്ട് അവിടെ രണ്ടെണ്ണം ഉണ്ടായി. അതെ പൊട്ടുവെള്ളരി. അതെ, നിരവധി തരം പച്ചക്കറികൾ ആൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അതിലത്തെ ഒരു ഇതാണ് ഈ പൊട്ടുവെള്ളരി. ഉണ്ടാ ഇത് പാകമായിട്ടുണ്ടാ? ഇത് നാളത്തേക്ക് പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിയത് വേണ്ട, പൊട്ടിയത് നമുക്ക് പിടിക്കാൻ പറ്റില്ല, വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഈ കണ്ടമാനം തന്നെ പൊളിയും. അപ്പൊ ഇപ്പൊ ഇവിടെ വിൽപ്പന നടത്താൻ പോവാ. ഇത് കറക്റ്റ് പാകം. ഇപ്പൊ വേണ്ട, ഞങ്ങൾക്ക് നാളത്തേക്ക് വേണ്ട. അപ്പൊ ഈ ഒരെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്, പൊളിയും. അപ്പൊ നിങ്ങൾക്ക് തണ്ണിമത്തൻ, കുക്കുംബർ, മറ്റേ സാധനം ഷമാമ്, കണിവെള്ളരി, എന്തിട്ട് പച്ചക്കറികൾ വേണമെങ്കിലും നെയ്ക്കുമ്പളം ഒക്കെ ഉണ്ട്. ഇക്കനെ സമീപിക്കാം. ഇക്കരെ ഫോൺ നമ്പർ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഓട്ടത്തോടെ ഓട്ടം മനുഷ്യന് പാവം. ഗൾഫിലായിരുന്നു ഓട്ടം. ഗൾഫില് ഒരു ദിവസം 38 കൊല്ലം ഗൾഫില് ജോലി ചെയ്ത് 1979 ഉരൂലാണ് പോയത്. ഉരൂല് അന്ന് പിന്നെ എന്നിട്ട് അവിടെ 38 വർഷം ഞാൻ ജോലി ചെയ്തു. എന്നിട്ട് പിന്നെ നാട്ടിൽ വന്നു. അപ്പം മക്കളെ 3 പെൺകുട്ടികൾ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരെ നല്ല നിലയിൽ എത്തിച്ചു, പഠിപ്പിച്ചു. ഡോക്ടറല്ലാതെ മാത്രമല്ല, ബാക്കിയൊക്കെ എല്ലാ വിദ്യാഭ്യാസം കൊടുത്തത്. പിന്നെ അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ കൂടി വൈഫ് കുറെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ സ്ഥലം വീട്ടിൽ കിടക്കുന്നുണ്ട്. അതിന് ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളെ കല്യാണം കഴിച്ചു ഇതൊക്കെ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ വിറ്റിട്ട് മക്കളെ കല്യാണം കഴിച്ചില്ല. അത് വിറ്റിട്ടുണ്ട്, ഇപ്പോഴും അവിടെ കിടക്കുന്നു. അത് അവർക്കുള്ളത്. ഇപ്പൊ അവരെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു 3 മാസം ഓരോരുത്തർ വീട്ടിൽ നിൽക്കാൻ. 3 മാസം നാട്ടിൽ നിന്നാൽ മതി. ഇത് നിർത്താൻ പറഞ്ഞിട്ടാണ്. അമ്മാനെ പ്രസ് ചെയ്യാൻ എന്നോട് പറയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുന്നോടത്ത് ഞാൻ ചെയ്യാം. അപ്പോൾ പറ്റാവുന്നിടത്തോളം ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതന്നെ ഈ കണ്ടീഷനിലാണ് ഇപ്പൊ ഈ വക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇല്ലാതെ കൃഷിയില്ല. ഏത് കൃഷി ഉണ്ടായാലും ഇപ്പൊ വാഴ ഒരു 1300 വാഴ വെച്ചിട്ടുണ്ട് അഞ്ചേരിയിൽ വെച്ചിട്ടുണ്ട്. ഓടി എത്തുന്ന ഇവരൊക്കെ പറഞ്ഞു വെക്കും. ചിലപ്പോൾ ഞാൻ പിന്നെ അതിനുള്ളിൽ കച്ചവടം നാട്ടുചന്തകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഒരു ദിവസമാണ് എനിക്ക് ഒഴിവുള്ള, ഒരു ചൊവ്വാഴ്ച ദിവസം. അത് ഒഴിവെടുത്തതാണ്. അപ്പൊ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട, വണ്ടി ഓടുന്നതോടത്തോളം ഇങ്ങനെ. അത് സാരമില്ല, അതിപ്പോ നമുക്ക് ആ ദിവസം കൂടി കിട്ടിയാലേ. അപ്പൊ നാളെ വെച്ചാൽ ചന്ത ഉള്ളത് ഇവിടെയാണ്. പക്ഷെ അതിപ്പോ ഈ നോമ്പായിട്ട് നിർത്തേണ്ടി വന്നു, കാരണം എല്ലായിടത്തും കൂടി എത്തില്ല. അതെ ഇപ്പഴാ പറഞ്ഞേ. അപ്പോഴേ നിങ്ങൾക്ക് ഈ കിണന്ന് സഹായിക്കാം. എല്ലാ
എല്ലാതര പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഇപ്പൊ ഇവിടെ വിൽപ്പനയുണ്ട്. ഞാൻ നമ്പർ തരാം, ആ നമ്പർ വിളിച്ചാൽ മതി. അതെ. ഇതിപ്പോ ഇവിടെ കുറെ എണ്ണം നിരത്തുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കച്ചവടം നടക്കും. ഇവിടെ അവിടുന്ന് പൊട്ടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിരത്താണ് കേട്ടോ. അവർക്ക് തണ്ണിമത്തൻ ഇത് ഇനി ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നുള്ളൂ. ഓരോന്നോരത്ത് കൊണ്ടുവന്ന് ഇവിടെ ഫുള്ള് നിരത്തും. ഇവിടുന്ന് ആളുകൾ വന്ന് വാങ്ങിക്കും. ഇപ്പം നമ്പർ തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. സ്ഥലം നമ്മുടെ ചേതന സ്റ്റുഡിയോ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയുടെ അടുത്താണ്. അത് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലം പറഞ്ഞു കൊടുക്കില്ലേ, വിളിക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് വരണെങ്കിൽ. പിന്നെന്താ ചേതന സ്റ്റുഡിയോ ഉണ്ട്. ചേതന സ്റ്റുഡിയോയുടെ സൈഡിലത്തെ വഴിയോടെ വന്നു തിരുത്തൂർ അമ്പലത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയോടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കര നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടാ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ എല്ലാവരും ഇക്കനെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക.